മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. വേറൊന്നുമല്ല, ഉണ്ണി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷേ കണ്ണൻ നടക്കുമെന്നുള്ള കാര്യം ഉണ്ണി മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും കണ്ണൻ മഹാലക്ഷ്മിയെയും കൂട്ടി കമലേശ്വരത്തേക്ക് തിരിച്ചു പോകുന്ന എപ്പിസോഡാണ്. ഈ ഉണ്ണിയാണെങ്കിൽ കണ്ണനിൽ നിന്നും മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാന്നുള്ള സത്യം അറിഞ്ഞെങ്കിലും ഉണ്ണി അത് വിശ്വസിക്കണമൊന്നുമില്ല. കണ്ണനും മറ്റുള്ളവരും ചേർന്ന് ഉണ്ണിയെ ചതിക്കുന്നതാണ്, വെറുതെ മണ്ടനാക്കണയാണെന്നൊക്കെ തന്നെയാണ് ധരിച്ചേക്കണത്. കണ്ണൻ എഴുന്നേറ്റ് നടക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ നമ്മുടെ ഉണ്ണി അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് ഉണ്ണി നേരെ പോകുന്നത് വാമദേവൻ്റെ അടുത്തേക്കാണ്. വാമദേവൻ്റെ അടുത്ത് ചെന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അയാളെ ഞാൻ അവിടെ വെച്ച് കണ്ടു, എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഭാര്യയാണെങ്കിൽ എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, ഞാൻ പൊട്ടനാന്നും പറഞ്ഞ്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. എന്തായാലും ആ സ്ഥാനം അയാൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ലക്ഷ്യം അയാളെയും അവരെയും തകർക്കുക എന്നുള്ളതാണ്. അയാളുടെ പച്ചിറച്ചിയിലേക്ക് കത്തി കയറ്റണം, എന്നാലേ എനിക്കിതിനുള്ള ദേഷ്യം തീരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ ആ പറഞ്ഞത് നേരാടാ, ഇത്രയും ദിവസം നമ്മളെ എല്ലാവരെയും അവൻ ചതിക്കുമായിരുന്നു. ഇനിയിപ്പോൾ മേഘൻ്റെ അപകടവും ഇവനും മാർക്കോയും കൂടി മനഃപൂർവ്വം വരുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ അപകട സ്ഥലത്തുനിന്ന് മാർക്കോ മാത്രം എങ്ങനെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയത്? മേഘൻ്റെ കൂടെ കണ്ണനുണ്ടായിരുന്നല്ലോ. കണ്ണൻ എന്തിയെ മേഘനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാണ്ടായ? ഒരുപാട് സമയം കഴിഞ്ഞിട്ടല്ലേ മേഘനെ ആരോ കണ്ട് ആസ്പത്രിയിൽ എത്തിച്ചത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു അമ്മാവ. ഇപ്പോൾ എന്തായാലും നമ്മളുടെ സംശയങ്ങളൊക്കെ തീർന്നുല്ലോ. ഇനി എങ്ങനെ അയാളെ തകർക്കണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും മേഘേട്ടൻ ഈ സമയത്ത് ആസ്പത്രിയിലായിപ്പോയത് നമുക്ക് വലിയൊരു നഷ്ടമാണെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേഘനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഞാനും നീയും പ്രതാപനും ഒന്നിച്ച് നിന്നൊരൈക്യം ഉണ്ടാക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയും തകർക്കണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്? പ്രതാപൻ്റെ പുറകെ എൻ്റെ അച്ഛൻ്റെ പ്രേതം നടക്കുമെന്നും പറഞ്ഞ് അയാൾക്ക് രാത്രി ഉറക്കമില്ലാണ്ട് അയാൾ എഴുന്നേറ്റ് നടക്കുകയല്ലേ? അങ്ങനെയുള്ള ആളുമായിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ട് എന്തിനാ അമ്മാവ? എന്തായാലും ഞാൻ ഈ വിവരങ്ങളൊക്കെ പ്രതാപനെ വിളിച്ചൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് വാമദേവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മിനെയും അനന്തുവിനെയൊക്കെയാണ്. ഈ അനന്തു കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എടാ കണ്ണ, ഇതുപോലൊരു ചതി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ, അവൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അത് എനിക്കും തോന്നിയായിരുന്നു അവനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. എന്തായാലും അവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കാൻ നിൽക്കണില്ല, എല്ലാവരോടും ഞാൻ സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. അന്നേരം ലേഖ ചോദിക്കുന്നുണ്ട്, അത് കണ്ണേട്ട പ്രശ്നമാവൂലേ? എന്തായാലും ഈ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയാൽ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ മഹിയുടെ കുഞ്ഞിനെ ജീവനോടെ വിടാൻ അനുവദിക്കൂ. ഇതിപ്പോൾ കണ്ണേട്ടൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളെ ഉപദ്രവിക്കൂലേ എന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, ഇനി ഏറ്റവും കൂടുതൽ നീ പേടിക്കേണ്ടത് ഉണ്ണീനെ. അവൻ നിങ്ങളെ തകർക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കൂല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് അനന്തവേട്ടൻ പറഞ്ഞത് നേരെ, അല്ലെങ്കിൽ തന്നെ അവനെ കമ്പനിയിൽ നിന്നൊക്കെ പിരിച്ചു വിട്ടതിൻ്റെ ദേഷ്യവും വിരോധവും എന്നോടുണ്ട്. ഇപ്പം അത് കണ്ണേട്ടനോടുമായി. ഇത്രയും ദിവസം അവൻ കണ്ണേട്ടനോട് സ്നേഹം കാണിച്ചത് ശരിക്കും കണ്ണേട്ടനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നെ കണ്ണേട്ടൻ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയിലാണ്. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ണി പറഞ്ഞ കരുണയും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും എല്ലാവരും സത്യങ്ങളറിയും. സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ അവർ അടങ്ങിയിരിക്കൂല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് ഏടത്തി പറഞ്ഞത് നേരെ, എൻ്റെ കുഞ്ഞിനെ വരെ കൊല്ലാൻ നോക്കി എൻ്റെ അമ്മ ഏടത്തിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഏട്ടാ. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ മഞ്ജു മഹിക്ക് ഇങ്ങനെ വിശേഷമായ വിവരം ഞങ്ങളാരെയും അറിയിക്കാതിരുന്നത്. പിന്നെ മഞ്ജുവിൻ്റെ അമ്മ തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. അതിനവർ ചെയ്ത മാർഗം, അവർ സ്റ്റെപ്പിൽ എന്തോ ഒരു എണ്ണ പോലത്തെ ദ്രാവകം ഒഴിച്ചു വെച്ചിരുന്നു. അതിൽ മഹി കയറി ചവിട്ടി വീണിട്ടാണ് ആസ്പത്രി കൊണ്ടുപോയത്. അങ്ങനെ അവർ മഹിക്ക് ഒരമ്മയാവാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞത് തന്നെ. എന്തായാലും ഇനി ഞാൻ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുള്ളൂ. ആ സമയം അനന്ത് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതുപോലെ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചേക്കണം, ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയോട് താൻ റെഡിയാവ്, നമുക്ക് കമലേശ്വരത്തേക്ക് പോകാമെന്ന് പറയുന്നു. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, ഏട്ടാ അത് വേണോ? അവിടെ ചെന്നാൽ ഏട്ടൻ്റെയും ഏടത്തിയുടെയും കുഞ്ഞിൻ്റെയും ജീവന അപകടത്തിലാവുമെന്ന് പറയുമ്പോൾ നീ തൽക്കാലം അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എനിക്കും മഹിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ദിവ്യമായ ഒരമ്മ എന്നോട് പറഞ്ഞു എന്ന്, എന്നെയും മഹിയെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദിവ്യശക്തിയുള്ള കുഞ്ഞാണെന്നാണ് അമ്മ പറഞ്ഞതെന്ന്. അത് കേട്ടതും മഞ്ജുവിനൊക്കെ സമാധാനമാവുന്നുണ്ട്.
വീട് കാണിക്കുന്നത് കരുണേനെയും ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഉണ്ണീനെ കണ്ടില്ലല്ലോ, എന്തായാലും സദ്യ കഴിക്കാൻ വരുമെന്നും പറഞ്ഞാലോ അവൻ പോയെ. അപ്പോൾ കണ്ണേട്ടൻ വന്നില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, കണ്ണൻ കുറച്ച് വൈകിയേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ, എന്തായാലും ഉണ്ണിയേട്ടനെ ഇനി കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല, നമുക്ക് സദ്യ കഴിക്കാം അമ്മ. എന്താ മോളെ നീ അങ്ങനെ പറയണ, ഉണ്ണിയും കൂടെ വരട്ടെ എന്ന് പറയുമ്പം ഉണ്ണിയേട്ടനെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കലൊന്നും നടക്കില്ല. ഉണ്ണിയേട്ടനെ ഇപ്പം കണ്ണേട്ടൻ്റെ പുറകെ സംശയമായിട്ട് നടക്കുക. എന്ത് സംശയമാണെന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ നമ്മളെയൊക്കെ ചതിക്കണേ എന്നാണ് ഉണ്ണിയേട്ടൻ പറയണേ. കണ്ണേട്ടൻ ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടും കണ്ണേട്ടൻ്റെ പുറകെ നടന്ന് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കാനാണ് അയാൾ നോക്കണേ. എനിക്കൊരു സംശയമുണ്ട്, ജോലി പോയതോടുകൂടി അമ്മയുടെ മോൻ്റെ തലയിൽ 2-3 സ്ക്രൂ ലൂസായിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഇത് എന്തിൻ്റെ കേടാ ഇവനക്ക്. ഇപ്പം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയായിട്ട് പിരിഞ്ഞു, ഈ സമയത്ത് കണ്ണൻ്റെ കൂടെ ചേർന്ന് നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി മേടിക്കാനുള്ളതിന് അവൻ്റെ പുറകെ സംശയമായിട്ട് നടക്കണേ എന്തിനാ. ഇനി അത് കണ്ണേട്ടനെങ്ങാനും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവൂലേ അമ്മയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തോടു കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കരുണ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഡിറ്റക്റ്റീവ് ഉണ്ണിയുടെ അന്വേഷണമൊക്കെ എന്ന് ചോദിക്കുമ്പം എൻ്റെ അന്വേഷണമൊക്കെ വിജയിച്ചിട്ടുണ്ട്, ഞാൻ പറയുമ്പോൾ നിനക്കൊക്കെ പരിഹാസമല്ലായിരുന്നോ, ഇപ്പം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവാനാന്ന് ചോദിക്കുമ്പം എന്തായാലും ഇന്ന് അമ്മാവനും ഇങ്ങോട്ട് വരുന്നുണ്ട്, അതോടുകൂടി നിങ്ങൾക്കൊക്കെ സത്യങ്ങൾ മനസ്സിലായിക്കോളുന്നു. പിന്നീട് കരുണയോടൊന്നും പറയാതെ ഉണ്ണി അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, ഊണ് കഴിക്കണില്ല എന്ന് ചോദിക്കുമ്പം ഇപ്പം തന്നെ എനിക്ക് വയറ് നിറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സദ്യയുടെ ഒന്നും ആവശ്യമില്ല, എന്തായാലും ഞാൻ പോവാം മുകളിലേക്കെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണി മേളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ വാമദേവൻ്റെ കോള് വരുന്നുണ്ട്. ഫോൺ കണ്ടതും ഈ പ്രതാപൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇയാളിപ്പോൾ എന്തിനാ എന്നെ വിളിക്കണേന്ന് ഓർത്തിങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ വാമേട്ടാന്ന് ചോദിക്കുമ്പം, എടാ പ്രതാപ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടാന്ന് പറയണു. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്ത് സ്വപ്നത്തിൻ്റെ കാര്യം വാമേട്ടൻ പറയണമെന്ന് ചോദിക്കുമ്പം, അതല്ല കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞു എന്ന് കരുതിയല്ലേ നമ്മളെല്ലാവരും സന്തോഷിച്ചത്, തൻ്റെ മകള് കമലേശ്വരത്തേക്ക് തിരിച്ചു വന്നത് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞു എന്നും പറഞ്ഞിട്ടല്ലേ, പക്ഷേ അത് നമ്മളെ എല്ലാവരും കൂടി പറ്റിച്ചതാണ്. അതിലാ മഞ്ജുവും അനന്തും ലേഹ എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുമായിരുന്നു. കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞിട്ടില്ല, അവൻ്റെ അറിവോടുകൂടി തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു. സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മാമേട്ടൻ എന്തൊക്കെയായി പറയണേ, വീൽ ചെയറിലിരിക്കണവനക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവണേന്ന് ചോദിക്കുമ്പോൾ, അവൻ്റെ കുഞ്ഞൊന്നും അല്ലടാ, മിക്കവാറും അത് അനന്തുവിൻ്റെ കുഞ്ഞായിരിക്കും. അനന്തു എന്ന് പറഞ്ഞാൽ അവനക്ക് ജീവനാണല്ലോ, അതുകൊണ്ട് അവനക്കും അവൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അനന്തുവിൻ്റെ കുഞ്ഞിനെ മഹാലക്ഷ്മിനെ കൊണ്ട് സമ്മതിപ്പിച്ചതായിരിക്കും പ്രസവിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവരെല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുമായിരുന്നു എന്ന്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണോ ആമേട്ടാന്ന് ചോദിക്കുമ്പോൾ, പിന്നെ സത്യമല്ലാതെ മഹാലക്ഷ്മിയായിട്ട് പിരിഞ്ഞു നിൽക്കുകയെന്ന് പറയുന്ന കണ്ണൻ ഇന്ന് അനന്തുവിൻ്റെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഒപ്പം സദ്യ കഴിക്കാനായിട്ടുണ്ടായിരുന്നു. ഉണ്ണി അത് നേരിട്ട് ചെന്ന് കണ്ടുപിടിച്ചു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും കരുണമോള് പറഞ്ഞായിരുന്നു ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ സംശയമായിട്ട് കണ്ണൻ്റെ പുറകെ നടക്കുകയെന്ന്. അതൊക്കെ സത്യമായിരുന്നല്ലോ മാമേട്ട, എന്തായാലും ഞങ്ങൾ അവനെ സംശയിച്ചു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാമേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഇനി ഞാനും താനും ഉണ്ണിയും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കണം, എന്നാലേ അവരെ തകർക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, ഇനി എനിക്ക് അതിനൊന്നും പറ്റുമെന്ന് തോന്നണില്ല മാമേട്ട, അല്ലെങ്കിൽ തന്നെ ആ കണ്ണൻ്റെ അച്ഛൻ എൻ്റെ പിന്നാലെയുണ്ട്, ഇനി നമ്മൾ കണ്ണനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രേതം എന്നെ തന്നെ ഇല്ലാതാക്കുമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഇയാൾ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ, അങ്ങനെ പ്രേതമൊന്നുമില്ല, അതൊക്കെ നിനക്ക് തോന്നണതാ, എന്തായാലും ആ പ്രേതം ഇന്ന് വരെ എന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനിത് അമ്മയായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് മുന്നേ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ അമ്മ എന്നിട്ടത് ആരാടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും അനന്തും ലേഹയും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, താൻ എന്തായാലും വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, ഇനി ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കരുതെന്ന ആ ദിവ്യയായ അമ്മ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നേരെ കമലേശ്വരത്തേക്ക് പോകാമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരു മടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്, ലേഖയ്ക്കാണെങ്കിലും മഹാലക്ഷ്മിയെ വിടാൻ താല്പര്യമൊന്നുമില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ലേഖ പേടിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ കമലേശ്വരത്ത് പോയി എല്ലാവരെയും സത്യങ്ങൾ അറിയിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, മഹി പ്രസവിക്കുന്നവരെയും ലേഖയുടെ കൂടെ തന്നെയായിരിക്കും. അങ്ങനെ മഞ്ജുവിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയും ദുർഗയാണെങ്കിൽ ഈ കണ്ണനെ ഒന്നും കാണാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ കാറ് വരുന്ന കാണുന്നുണ്ട്. കാറ് കണ്ടതും കണ്ണേട്ടൻ വന്നൂലോ എന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന കരുണയുടെ മുമ്പിലേക്ക് കാറിൽ നിന്നും മഹാലക്ഷ്മിയാണ് ആദ്യം ഇറങ്ങി വരുന്നത്.
മഹാലക്ഷ്മിയെ കണ്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട്, ദേ അമ്മേ അവൾ വിഷുവായിട്ട് ഇങ്ങോട്ട് വന്നേക്കണു, അതും കണ്ണേട്ടൻ്റെ കൂടെ, ഇവിടെ എന്തൊക്കെയാണ് അമ്മയെ നടക്കണേന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അല്ലെങ്കിലും മോള് പറഞ്ഞത് ശരിയല്ലോ മോളെ, അവളെന്തിനാ കണ്ണൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേന്ന്. അങ്ങനെ കണ്ണനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വീൽ ചെയറിൽ അകത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മഹാലക്ഷ്മിയും വരുന്നുണ്ട്. ആ സമയത്ത് ദുർഗ വന്നിട്ട്, നീ എങ്ങോട്ട് അടിയിൽ പോണേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം കണ്ണൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ പിന്നെ എൻ്റെ വീട്ടിലേക്ക് അല്ലാണ്ട് വേറെ എങ്ങോട്ടും അമ്മയെ പോകണ്ടേന്ന്. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ, ഇവള് നിന്നെ ചതിച്ചിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല, മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ്. അത് കേട്ടതും കരുണയും ദുർഗയൊക്കെ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.